സുഹൃത്തുക്കളെ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് കുവൈറ്റിൽ നിന്നാണ്. അപ്പോൾ കുവൈറ്റിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഇവിടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ആളിപ്പോൾ ഇന്ന് നാട്ടിലെത്തേണ്ട ആളാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, വരാൻ പറ്റാതെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധഭീതികളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ എയർപോർട്ട് അടച്ചിട്ടേക്കാണ്. അതിൻ്റെ പേരിൽ ഇനി എയർപോർട്ട് തുറക്കുമ്പോൾ സമയത്ത് ഞാൾ വരുള്ളൂ, പറഞ്ഞയക്കാൻ പറ്റുള്ളൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മീഡിയയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്നുള്ള, അവിടെ അത് തകർത്തു, ഇവിടെ അത് തകർത്തു, മറ്റത് തകർത്തു, അങ്ങനെ ഒരുപാട് തകർത്തെന്നും പറഞ്ഞൊക്കെയാണ് നമ്മളെ മലയാളം മീഡിയയിലൊക്കെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അത്ര വലിയ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ ഞാൻ ഡ്യൂട്ടിക്ക് എല്ലാ ദിവസവും പോകുന്നത്, പുലർച്ചെ തന്നെ ഡ്യൂട്ടിക്ക് പോകും, ഡ്യൂട്ടി കഴിഞ്ഞ് വരും. ഇപ്പോൾ നോമ്പാണ്. നോമ്പായ കാരണം കുറച്ച് സമയം കുറവുള്ളൂ ഡ്യൂട്ടി, എല്ലാവർക്കും കുറച്ച് സമയം ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഡ്യൂട്ടിയിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും ഒരു തടസ്സമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നാട്ടിൽ ഈ പറയുന്ന പോലെയുള്ള മീഡിയക്കാർ കാണിക്കുന്ന അത്ര വലിയ സംഭവങ്ങളൊന്നും ഇവിടെ ഇപ്പം ഇല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ വിസ കഴിഞ്ഞിരിക്കുകയാണ്. വിസ ഈ 7-ാം തീയതി ശനിയാഴ്ച വിസ കഴിയും. അപ്പോൾ വിസയ്ക്കുള്ള പ്രൊസീജിയറും ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിസ തന്നെ ഇവിടെ കുവൈത്ത് ഗവൺമെൻറ് വിസ പുതുക്കി കൊടുക്കുന്നുണ്ട്. ഒരു മാസത്തിന് വീണ്ടും പുതുക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട്, വിദേശികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇനി പ്രാർത്ഥിക്കുക എല്ലാവരും, അത്രേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം വീണ്ടും ഇങ്ങനെ നീണ്ടു പോവാതിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാകട്ടെ പ്രാർത്ഥന എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ കോടിക്കണക്കിന് ആളുകളാണ് നമ്മളെ ഈ ഗൾഫ് മേഖലയിൽ മാത്രം ജോലി ചെയ്യുന്നത്. കോടിക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ കുവൈത്തിൽ മാത്രം ഒരു 10 ലക്ഷത്തിൽ പരം ആൾക്കാർ ഇന്ത്യക്കാരായിട്ടുണ്ട്. നമ്മൾ അതിലേറ്റവും കൂടുതൽ വെച്ചാൽ മലയാളികൾ തന്നെ ആയിരിക്കുള്ളൂ. കാരണം വെച്ചാൽ ഒരു ഫാമിലിയിൽ നിന്ന് ഒരാളെങ്കിലും ഉണ്ടാവും, ഒരു ഫാമിലിയിൽ നിന്ന് ഒരാളെങ്കിലും ഈ അറബ് രാജ്യങ്ങളിലുണ്ടാവും. അത്രയും നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല, എല്ലാവരും സുഖമായിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ചില ചെറിയ സംഭവങ്ങൾ അതൊക്കെ വലിയതായിട്ട് പ്രചരിപ്പിക്കാതെ, ആളുകളെ ഭീതിപ്പെടുത്താതെ നമ്മളെ മീഡിയക്കാരൊക്കെ ഒന്നും കൂടി സംയമനം പാലിക്കണം. അത്രേ ഉള്ളൂ. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലേ?